ഡൽഹിയിൽ ചേരുന്ന നീതി ആയോഗ് യോഗത്തിൽ നിന്ന് മമതാ ബാനർജി ഇറങ്ങിപ്പോയി. താൻ സംസാരിക്കുന്ന സമയത്ത് മൈക്ക് ഓഫാക്കിയെന്ന് മമത ആരോപിച്ചു. मेरे को बोलने का 5 मिनट होने का नाते स्टॉप कर दिया. I said this is unfair. Only one from opposition side. Only I am presenting here. I am attending this meeting because of the greater interest. That we know that cooperative federalism should be strong, strengthened. You got political bias. You are not giving the proper attention to different states. Even budget also, this political bias budget. You give special attention to some state. I don't have any problem. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്കെ മമതാ ബാനർജി പറഞ്ഞത് പ്രതിപക്ഷ ശബ്ദം അത് താൻ സംസാരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് മൈക്ക് ഓഫാക്കുന്നു, തികച്ചും തെറ്റായ നടപടി, വലിയ ദേഷ്യത്തിലാണ്. മമതാ ബാനർജി പങ്കെടുത്തത് തന്നെ നാടകീയമായിട്ടാണ്. ഇന്ത്യ മുന്നണിയുടെ പൊതു തീരുമാനം ഈ നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാനായിരുന്നു. പക്ഷേ അവരെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ടാണ് നീതി ആയോഗ് യോഗത്തിലേക്ക് മമതാ ബാനർജി എത്തിയത്. അവിടെ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾക്ക് മമതാ ബാനർജിയുടെ സാന്നിധ്യം സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. മമതാ ബാനർജി സംസാരിക്കാൻ തനിക്ക് 15 മിനിറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്ന കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, താൻ സംസാരിക്കുന്നതിനിടയിൽ മൈക്ക് ഓഫാക്കി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് അഥവാ പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് എത്തുന്ന ഏക മുഖ്യമന്ത്രി എന്ന രീതിയിൽ തനിക്ക് വലിയ പ്രാധാന്യവും ശ്രദ്ധയും കിട്ടുമെന്ന് ഒരുപക്ഷെ മമതാ ബാനർജി കരുതിയിരുന്നു. പക്ഷേ അതിന് അനുയോജ്യമായിട്ടുള്ള പ്രതികരണമായിരുന്നില്ല ഈ നീതി ആയോഗ് യോഗത്തിൽ അവർക്ക് ലഭിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് അവർ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നീതി ആയോഗ് തന്നെ ഇല്ലാതാക്കണം, പ്ലാനിംഗ് കമ്മീഷൻ, പഴയ പ്ലാനിംഗ് കമ്മീഷൻ തിരികെ കൊണ്ടുവരണം എന്നാണ് മമതാ ബാനർജി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. താൻ പങ്കെടുത്തത് ബംഗാളിൻ്റെ ഉത്തമ ലക്ഷ്യം അടിസ്ഥാനപ്പെടുത്തിയാണ്. രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കിയ ഒരു ബഡ്ജറ്റ്, രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുണ്ടാക്കിയ ഒരു ബഡ്ജറ്റ്, അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുക എന്ന തൻ്റെ അവകാശമായിരുന്നു. അത് പാലിക്കാനായിട്ട് താൻ ശ്രമിച്ചപ്പോഴാണ് ഈ വിധത്തിലുള്ള ദുരനുഭവം ഉണ്ടായത് എന്ന് മമതാ ബാനർജി പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.